കൊച്ചമ്മ വേണ്ട, കൊച്ചമ്മ പ്രസവ കുഞ്ഞേ, ആരാ വന്നു നിൽക്കുന്ന നോക്ക്. ഇങ്ങോട്ട് നീ ഇല്ല കാണത്തില്ല. കൊച്ചമ്മ പ്രതീക്ഷ കുഞ്ഞ്. ഞാനിനി ഒരിക്കലും കൂടി തിരിച്ചെടുത്തില്ല, നോക്കിക്കോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നുമോൻ തിരിച്ചിങ്ങെത്തി. എടാ നിന്നെ എനിക്കറിഞ്ഞുകൂടെ? എന്ത് സംഭവിച്ചാലും ഞാൻ തോറ്റു തുന്നമ്പാടി വന്നതാണെന്ന് നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. ഫ്രണ്ടിന്റെ മുറിയിൽ കുബൂസ് തിന്ന് കിടന്നത് പോലും. അല്ല, രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും സംസാരിക്കും കൊച്ചമ്മ. പ്രതീക്ഷ കുഞ്ഞേ ഇവിടെ താമസിക്കാനാണ് വന്നത്. അല്ല, വേറെ അല്ലാതെ എന്തോ ചെയ്യാനാ? അണ്ണനെന്തിനാ ചിരിക്കുന്നത്? അല്ല, കുഞ്ഞു ചിരിച്ചോണ്ട് ഞാൻ ചിരിച്ചത്. അങ്ങനെ അമ്മ, ഞാനന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞതാ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഞാൻ അവിടെ പോയത് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അല്ല, ചേട്ടനൊക്കെ വരും വരും വരും. ഇത് ഈ പെട്ടി നിറയെ സ്വന്തമാണോ മോനെ? അണ്ണന്റെ ഒരു അതാ. എടാ നീ ഇതപ്പോ എത്തി? ഇപ്പൊ വന്നുള്ളൂ ഏട്ടാ. അനിയൻകുട്ടാ, നിനക്ക് സുഖല്ലേടാ? ഭയങ്കര സുഖം, ഭയങ്കര സുഖം. അല്ല, മോളെവിടെ? അവള് സ്കൂളിൽ പോയിരിക്കുക. അമ്മ, അനിയൻകുട്ടൻ കണ്ടിരുന്നു. പിന്നെ ഏട്ടാ, ഞാന് ദുബായിൽ നിന്ന് ഏട്ടന് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ, ഇച്ചിരി കോസ്റ്റ്ലി ആണ്, ഒരു 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 സാധനം, ട്രിമ്മർ എന്റെ കയ്യിലുണ്ട്. ഏട്ടത്തിക്കല്ലേ? ഏട്ടത്തിക്ക് അവിടുത്തെ കോസ്റ്റ്ലി ആയിട്ടൊരു ബോഡി ലോഷൻ. പിന്നെ കൊച്ചമ്മയ്ക്ക്, അമ്മയ്ക്ക്, എന്റെ അമ്മയ്ക്ക് അവിടുത്തെ ടോപ്പ് ക്വാളിറ്റി ഈന്തപ്പഴം മേടിച്ചു. എല്ലാം ഇത് അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊന്നും കൊണ്ടുവന്നില്ല. അണ്ണൻ അവിടുത്തെ പെർഫ്യൂം എന്റെ കയ്യിലില്ലേ? അല്ല, കൊച്ചമ്മയ്ക്ക് ഉള്ള അറിയാലോ, ദുബായിൽ പോയോണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ കൊച്ചമ്മ. എനിക്ക് ഭയങ്കര യാത്രാക്ഷീണം, ടയർഡായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ തന്നെ ഉറക്കമായിരുന്നു. മൊത്തത്തിലൊരു ഞാൻ കൊണ്ടുവരാം. ഞാൻ എല്ലാം ടെസ്റ്റ് സന്തോഷായി ചേട്ടാ. തടിച്ചോ? പിന്നെ കുഞ്ഞിവിടുന്ന് പോണില്ലെന്ന്, ഇവിടെ തന്നെ നിൽക്കുമെന്ന്. എന്തായിരുന്നാലും അവൻ വന്നല്ലോ അമ്മ. അത് തന്നെ അല്ല, അതും രക്ഷപ്പെട്ടാണ് വന്നത്. ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ അതാണ് നീ പറഞ്ഞല്ലേ, സ്വർണ്ണമാണെന്ന് അത് മുഴുവനും. എന്റെ സ്പ്രേയും എടുത്ത് ഈ പെട്ടിയും കൊണ്ട് കൊടുത്തിട്ട് എല്ലാം കൊണ്ട് ഭയങ്കര ഭാരം പൊന്നേ. 2 ഡേറ്റ്സ് ഇനി. ഡേറ്റ്സ്. അയ്യോ പാവ, അവള് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അമ്മ ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. അയ്യോ, അങ്ങനെ എന്റെ ഇളയ മോൻ വന്നു. ഇതൊക്കെ സ്പ്രേ, ഡേറ്റ്സ്. ഒന്ന് വീട്ടിൽ കയറണമെങ്കിൽ എന്തെല്ലാം വേണം. ഏത് ബേക്കറിയാണോ രാവിലെ തുറന്നിരിക്കുന്നത് ദൈവത്തിനറിയാം. നിനക്ക് എന്തിൻ്റെ കേടാ സുരഭി? എന്നും മുറി കയറി വരുമ്പോ നീ ഇത്രയും ദൂരെയുള്ള ആളെ ഓർക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടെ അവൻ നിന്നെ ഒരുപാട് ദൂരെയാണെന്ന്? ഇപ്പൊ അധികം ദൂരത്തൊന്നും അല്ല കേട്ടോ. ഓഹോ, ഇന്നലെ വരെ രൂപമായിരുന്നു കണ്ടോണ്ടിരുന്ന, ഇപ്പൊ ശബ്ദം. എന്റെ ശബ്ദം എല്ലാ ദിവസവും താൻ കേൾക്കും തന്നെ. അങ്ങനെയാണെങ്കിൽ ഐ ലവ് യു സുരഭി എന്ന് പറ. I love you, Surbhi. എടോ, I love you, Surbhi. എടാ, താൻ എന്താണ് ഇങ്ങനെ ഞെട്ടി നോക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് എത്തിയിരുന്നു. പിന്നെ തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ തന്നെ വിളിക്കാൻ. സുർബി, ഇയാളെന്തിനോട് ഇങ്ങനെ കരയുന്നേ? ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.